roundabout. Continue for 800 meters. മൈസൂരിൽ നിന്ന് നമ്മൾ മധുരയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം നമ്മൾ കബനി നദിയുടെ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. നഞ്ചങ്കോട് ഏരിയയിലേക്ക് എത്തുകയാണ്. നഞ്ചങ്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നേരെ കാണുന്നത്. വെൽക്കം ടു നഞ്ചങ്കോട്. ബോർഡൊക്കെ നേടുന്നുണ്ട്, കന്നഡയിലും ഇംഗ്ലീഷിലുള്ള ബോർഡുണ്ട് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ഊട്ടി, കോഴിക്കോട്, ഗുണ്ടൽപേട്ട് ഇങ്ങനെ പോകുന്ന റോഡ് ആൻഡ് ചാമരാജ് നഗറിലേക്ക് പോകുന്ന റൂട്ട് വേറെ റൂട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നഞ്ചങ്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ശരിക്കും നിലമ്പൂർ നിന്നിട്ട് നിലമ്പൂർ ഷൊർണൂർ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നഞ്ചങ്കോടേക്ക് കൊണ്ടുവരണം എന്നുള്ള പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇതാണ് നഞ്ചങ്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. നിലമ്പൂർ ലൈന് വയനാട് വഴി നഞ്ചങ്കോടേക്ക് കണക്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഇപ്പോഴും ഇങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ നഞ്ചങ്കോട് സ്ട്രൈറ്റായിട്ട് ചാമരാജ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡിലാണ് പോകുന്നത്. നഞ്ചങ്കോട് റോഡിൻ്റെ മിഡിലായിട്ടൊരു വലിയൊരു സ്തൂപം കാണാം. ഇവിടെ നമുക്കായിട്ടൊരു സ്തൂപം വെച്ചിട്ടുണ്ട്. ഇവിടെ ടെമ്പിൾ എന്ന ടെമ്പിളുണ്ട് ഫേമസ് ആയിട്ടുള്ള. അതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഏതാണ്ട് ഇവിടെയാണ് ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറിയ നമ്മൾ നഞ്ചങ്കോട് മുനിസിപ്പാലിറ്റിയുടെ ഏരിയ കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കബനി നദിയുടെ സൈഡിൽ കൂടെയുള്ള റോഡാണ്. കബനി നദിയിൽ കൂടെ സൈഡിൽ കൂടെ റോഡാണിത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മൈസൂർ നഞ്ചങ്കോട് ചാമരാജ് നഗർ റെയിൽവേ ലൈൻ റെയിൽവേ ക്രോസാണിത്. ഗേറ്റ് ഇതാ തുറന്നിട്ടേക്കുണ്ട്. നമ്മൾ ഗേറ്റ് കയറി കൊണ്ട് പോകണം. ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏതൊരു സ്റ്റേഷനുണ്ട് കാണാം. ഈ ഗേറ്റ് അടച്ചിടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൊരു സ്റ്റേഷനൊക്കെ ഉണ്ട്. ഗേറ്റ് അടച്ചിടുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേര് തന്നെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. പേരയ്ക്കയും പഴം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ. റെയിൽവേ സ്റ്റേഷനും ഒരു രസമുണ്ട്. പഴയ കാലത്തെ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ മെയിൻ റോഡിൻ്റെ പോകുന്ന സൈഡിലാണ് സ്റ്റേഷൻ. നമ്മളത് റൈറ്റ് പോകുന്നത് സത്യമംഗല, PR ഹിൽസ്, കോയമ്പത്തൂരൊക്കെ പോകുന്ന റൂട്ടാണിത്. ഇവിടുന്ന് സത്യമംഗലയിലേക്ക് 93 കിലോമീറ്റർ, ചാമരാജപുരയിലേക്ക് 13 കിലോമീറ്ററാണുള്ളത്. വളരെ സ്ട്രൈറ്റായിട്ട് കിടക്കുന്ന റോഡാണ്. അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ ഇഷ്ടംപോലെ ബസ് വരുന്നുണ്ട്. കർണാടക സ്റ്റേറ്റിൻ്റെ 2 ബസ് വരുന്നുണ്ട് ഇങ്ങോട്ട്. മെയിൻ റോഡ് ആണ്, നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ സൈഡിലെല്ലാം മൊത്തം ഒരുപാട് പച്ചക്കറി, അതുപോലെ തന്നെ വാഴ, തെങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കരിമ്പിൻ്റെ ഇഷ്ടംപോലെ തോട്ടങ്ങൾ ഇവിടെയുണ്ട് ഈ റൂട്ടിൽ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. നഗര എന്ന് പറയുന്ന ലാൻഡ് ഓഫ് ഫ്ലോ കാർഡ് എന്നാണ് പറയുന്നത്. ലാൻഡ് ഓഫ് ഫ്ലോ കാർഡ്സിൻ്റെ ഏരിയയിലാണ്. ഒരു എൻട്രൻസിൽ ഒരു വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടത് മുകളിലൊരു എക്സ്പ്രസ് ഹൈവേ എന്താ പോകുന്നുണ്ട് കാണാം. ചാമരാജ് നഗറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരികെയാണ് മാപ്പ് പറയുന്നത്. കോയമ്പത്തൂർ റൂട്ടിൽ ചാമരാജ് നഗറിലെ സിറ്റിയിലേക്ക് നേരെയാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോകുന്നത് കോയമ്പത്തൂരാണ്. ആ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലേക്കാണ് നമ്മളോട് തിരിയാൻ മാപ്പ് പറയുന്നത്. അങ്ങോട്ട് തിരിയാണ്.
next right onto Chamarajnagar bypass. നമ്മളിപ്പോൾ ചാമരാജ് നഗറിലെ ബൈപ്പാസ് റോഡിൽ കൂടെയാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള മലയുടെ വ്യൂ നമുക്ക് നേരെ കാണാം. ഹില്ലിൻ്റെ വ്യൂ ആണ് നേരെ. ഇവിടെ നേരെ സത്യമംഗലത്തേക്കുള്ള റൂട്ടിലാണ് പോകുന്നത്. ഇവിടുന്ന് മാപ്പ് കാണിക്കുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് പോകാനുള്ള റൂട്ടുണ്ട് ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ തമിഴ്നാട് വഴിയാണ് പോകുന്നത്. അപ്പം ഈ ഒരു സ്ട്രൈറ്റ് റോഡ് നല്ല വ്യൂ ആണ്. നേരെ ഒരു മല, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ടെമ്പിൾ കാണുന്നുണ്ട്. ക്യാമറയിൽ എത്രമാത്രം കാണുമെന്ന് എനിക്കറിയില്ല. ഒരു ടെമ്പിളുണ്ട് അതിൻ്റെ മുകളിൽ കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന റോഡുകളിൽ തന്നെ ചാമരാജ് നഗർ ടൗണിലേക്ക് പോകുന്നതാണ്. ഇത് ബൈപ്പാസാണ്, ടൗൺ കയറാതെ പോകാനുള്ള ബൈപ്പാസാണിത്. നമ്മളിപ്പോൾ കർണാടക തമിഴ്നാട് ബോർഡറിലേക്ക് എത്തുകയാണ്. കർണാടകത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ ഏരിയയിലേക്ക് എത്തുകയാണ്. അതാണ്ട് ഇവിടെ ഒരു ബോർഡർ ലൈനിലേക്ക് എത്താൻ പോകുന്നു. സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഏരിയയിലുള്ള ബോർഡർ ലൈനാണിത്. ഇവിടെ സ്വാഭാവികമായിട്ട് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാകേണ്ടതാണ്. ആർടിയുടെ എല്ലാത്തൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ ഉണ്ടാകേണ്ടതാണ്. നോക്കാം. ഇപ്പോഴും കർണാടകത്തിൻ്റെ ഏരിയയിലാണ്. തമിഴ്നാടിൻ്റെ ഏരിയ ഇതിൻ്റെ ഒരു സൈഡിലുണ്ട് എന്ന് മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഏരിയയിലുള്ള ചെക്ക് പോസ്റ്റിലൂടെ എത്തിച്ചേരുന്നതാണ്. സത്യമംഗലം ഫോറസ്റ്റിലെ കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. റോഡ് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറിയ സമയത്ത് റോഡിൻ്റെ വീതി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. മറ്റേതൊരു 3 ബസ് പോകാനുള്ള വീതിയുള്ള റോഡുണ്ടായിരുന്നു. എനിക്കത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് തോന്നുന്നത് വീതി കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ റോഡിൻ്റെ എഡ്ജ് കർണാടകത്തിലെ റോഡുകളാണെങ്കിലും അതുപോലെ കേരളത്തിലൊക്കെ എഡ്ജ് അവർ നല്ല മണ്ണിലായിട്ട് ലെവൽ ചെയ്യാറുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ റോഡുകളിൽ പോകുമ്പോൾ പലപ്പോഴും ഈ സൈഡിലുള്ള എഡ്ജ് ഇങ്ങനെ ഷാർപ്പായിട്ട് നിർത്തുന്നത് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇവിടെ അനിമൽസ് ഉള്ള ഫോറസ്റ്റ് ആണെന്ന് ആണ് തോന്നുന്നത്.